നമസ്കാരം. മേയർ വി രാജേഷ് സേഫ് സോണിൽ. കോർപ്പറേഷനിലെ അവിശ്വാസ നീക്കം പാളി. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവിശ്വാസ പ്രമേയം സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ കാരണം നടപ്പിലാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സൂചന. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകണമെങ്കിൽ കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ 3 പേരുടെ ഒപ്പ് അത് അനിവാര്യമാണ്. എന്നാൽ നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ആകെ 20 കൗൺസിലർമാരുടെ പിന്തുണ മാത്രമാണുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ CPM-ന്റെ സഹകരണം അനിവാര്യമാണ്. എന്നാൽ കോൺഗ്രസുമായി ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് ഒപ്പിടാൻ തൽക്കാലം CPM തയ്യാറല്ല. പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളും കൗൺസിലിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് CPM താല്പര്യപ്പെടുന്നില്ല എന്നർത്ഥം. ഈ രാഷ്ട്രീയ ഭിന്നതകൾ കാരണം പ്രതിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ള അംഗബലം സമാഹരിക്കുവാൻ കഴിയാതെ വരികയും അതുവഴി പ്രമേയം സാങ്കേതികമായി തള്ളപ്പെടുകയും ചെയ്യും. CPM-ന്റെ പിന്തുണ തേടിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ സജീവമാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഇത്തരം നീക്കങ്ങൾക്ക് CPM സംസ്ഥാന പ്രാദേശിക നേതൃത്വങ്ങൾ അത്ര വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിലൂടെ BJP-ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുവാൻ കഴിയുമെങ്കിലും അവിശ്വാസം വിജയിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള അംഗബലം ഇല്ലാത്തത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ്. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടാൽ അത് BJP ഭരണസമിതിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകും. തങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടും ഭരണസമിതിക്ക് ഭീഷണിയില്ല എന്ന് മേയർ വി രാജേഷ് പരസ്യമായി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അവിശ്വാസത്തെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്നും മേയർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം കൗൺസിലർ സുഗതന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണസമിതിയെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രതിപക്ഷത്ത് സജീവമാണ് താനും. എന്നാൽ സുഗതൻ അയോഗ്യനായാൽ പോലും ഭരണസമിതിക്ക് ഭീഷണി ഉണ്ടാകില്ലെന്നും തൽക്കാലം പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നുമാണ് ഭരണപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയപ്പെടുന്നത്. നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും കൃത്യമായിട്ട് പാലിക്കുമെന്നും മേയർ ഉറപ്പു നൽകിയതോടെ ഭരണസ്തംഭനം എന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കില്ല എന്ന് BJP വിശ്വസിക്കുന്നുമുണ്ട്. മുൻ നിശ്ചയിച്ചതുപോലെ ഈ മാസം 29-ന് കൗൺസിൽ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചിട്ടുണ്ട്. അജണ്ടകൾ ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. ശിവൻകുട്ടി, K മുരളീധരൻ തുടങ്ങിയ നേതാക്കളുടെ ആരോപണങ്ങളെ കോമഡി എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞ മേയർ ഭരണസമിതിക്കെതിരെയുള്ള ഹർജികൾ നിയമപരമായിട്ട് നേരിടുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമരത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നുകൂടി മേയർ പറഞ്ഞു വെക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ CPM-ന്റെ വാതിലുകളിൽ മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും BJP-യെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യം തൽക്കാലം നടപ്പിലാക്കാൻ സാധ്യതയില്ല. CPM നേതൃത്വത്തിന്റെ മൗനം കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. BJP ഭരണസമിതിയുടെ കാര്യക്ഷമതയില്ലായ്മ ഉയർത്തിക്കാട്ടി പ്രതിഷേധം നടത്താനാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധം തുടർന്നു കൊണ്ടുപോകുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെങ്കിലും അവിശ്വാസം പോലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുവാൻ അവർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അടുത്ത 5 വർഷത്തേക്ക് സുരക്ഷിതമാണ് എന്നുള്ള ആത്മവിശ്വാസം BJP ക്യാമ്പുകളിലുമുണ്ട്. 2047 വരെ കോർപ്പറേഷനിൽ BJP ഭരണം തുടരുമെന്ന മേയറുടെ പ്രസ്താവന ഇതിന്റെ തെളിവാണ്. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ BJP സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയത്തിന് കൗൺസിലർമാരുടെ ഒപ്പ് ലഭിക്കാത്തതും ഭരണപക്ഷത്തെ തളർത്താൻ കഴിയാത്തതും പ്രതിപക്ഷത്തിന് ക്ഷീണമാകുന്നു. സമരത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഭരണപക്ഷത്തിന് സഹതാപം ഉണ്ടാക്കുന്നുണ്ടോ എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സമരമുറകൾ ജനാധിപത്യപരമാകണം എന്ന മേയറുടെ ആഹ്വാനം പൊതുജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ BJP ഭരണസമിതിക്കെതിരെ ഉയർന്നു വന്ന അവിശ്വാസ നാടകങ്ങൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള ഭിന്നതകളും കാരണം അത് മേയർ വി രാജേഷിന്റെ കസേരയ്ക്ക് ഭീഷണിയാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് CPM ഐക്യം സംഭവിക്കാത്തടത്തോളം കാലം അവിശ്വാസ പ്രമേയം വെറും കടലാസ് പ്രമേയമായി മാത്രം ഒതുങ്ങുമെന്നുള്ള കാര്യത്തിലും സംശയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മേയർ വി രാജേഷ് ഇപ്പോൾ സേഫ് സോണിൽ തന്നെയാണ്. കോർപ്പറേഷനിലെ അവിശ്വാസ നീക്കം എന്ന് പറയപ്പെടുന്ന കൃത്യമായിട്ടും പാളിപ്പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല.